ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ ശകലം ചീനി വേവിച്ച് കഴിച്ചാലോ. ഞാൻ എന്താ ചീനി എടുത്തു, അത് പൊളിച്ചു. എന്നിട്ട് ഞാനത് ഒരു ടൈം ഞാൻ കഴുകും, പൊളിച്ചിട്ട് അത് കഴുകിയെല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്കത് അരിഞ്ഞ്, ഞാനിവിടെ അരിയുന്ന എന്താ പറയുക, ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതണ്ട ഞാൻ നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കഴുകി 2 തവണ കഴുകി അതിൻ്റെ സ്റ്റാർച്ചെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെയും കലത്തിനകത്തേക്ക് വെള്ളമാക്കി ഞാൻ ഗ്യാസിൽ വെച്ചു. ഇനി ഇത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചിരുവി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കാന്താരിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഞാൻ ദാ ഇവിടെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഒരു പ്രാവശ്യം ചീനി ഊറ്റി കളഞ്ഞു. അതിന് ശേഷം പിന്നെ രണ്ടാമതൊന്നുകൂടെ ഊറ്റി അതിൻ്റെ ഇത് കളഞ്ഞിട്ട് ചീനി ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് മാറ്റി നമുക്ക് അരപ്പ് നടുക്കോട്ടിട്ട് ഒന്ന് കുറച്ച് അരപ്പിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് ആവി കയറ്റാൻ വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കളറിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റി അരപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ ഇവിടെ എന്താ പറയുക, തടിത്തവിയും കൊണ്ടാണ് ഇളക്കുന്നത്. എനിക്ക് മറ്റേ നമ്മുടെ നാട്ടിലെ തുടുപ്പില്ല, തടിത്തവി. അപ്പം ചീനി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. നല്ല കുഴയുന്ന ചീനിയായിരുന്നു കേട്ടോ. ഇളക്കി വന്നപ്പം അതിൻ്റെ അരപ്പിൻ്റെ ഒരു മണവും എല്ലാം കൂടെ ഞാനപ്പം നന്നായിട്ടിട്ട് ഇളക്കിയെടുത്തു. ഉപ്പെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. കാരണം നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കാനുള്ള ഇത് വന്നു. ഞാൻ അപ്പം തന്നെ ഒരു പ്ലേറ്റിനകത്തോട്ട് ശകലം എടുത്തു. നല്ല കുഴഞ്ഞ ചീനിയായിരുന്നു. എന്താ ഇന്നലെ രാത്രിയിൽ ഞാൻ ചൂരക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ ഒരു പീസ് എടുത്തു. എനിക്ക് വലിയ പീസ് ഇഷ്ടമല്ല, കുഞ്ഞു പീസ്. അതും എടുത്ത് നല്ലതായിട്ട് ചാറ് ഒഴിച്ച്, പിന്നെ ഇന്നലെ തന്നെ ഞാൻ എന്തോ ഒരു തട്ടിക്കൂട്ടി ശക്കലം മാങ്ങാച്ചാർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന രീതി, ഗ്രേവിയില്ല. എനിക്ക് ഈ ഗ്രേവി അധികം ഇഷ്ടമല്ല അച്ചാറിന്. അതുമായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചൂരച്ചാറും ഇന്നലത്തെ ചൂരച്ചാറും ചീനി വേവിച്ചതും കഴിക്കുന്നത് മാത്രമേ ഇതാക്കിയുള്ളൂ. പക്ഷെ തീർന്നത് പെട്ടെന്നായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പാത്രം കഴുകാൻ കിടക്കുന്നത് കണ്ടോ. ഇനി ഇതെല്ലാം ഒതുക്കണം.